രാംലല്ല ആയിരിക്കും അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. രാംലല്ല എന്നാൽ ബാലനായ ശ്രീരാമൻ എന്നാണ് അർത്ഥം. ഏത് സാഹചര്യത്തിലാണ് രാംലല്ല പ്രതിഷ്ഠയായത്? നിയമവ്യവഹാരങ്ങളിൽ രാംലല്ലയുടെ എന്താണ് പങ്ക്? അയോധ്യയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ആർ രാധാകൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് എന്ന് നാം ഏവരും അറിഞ്ഞിരിക്കുന്നു. 22-ാം തീയതി ജനുവരി 22-നാണ് പ്രാണപ്രതിഷ്ഠ നടക്കാനായി പോകുന്നത്. വലിയ കൗതുകങ്ങളുണ്ട് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് രാംലല്ല എന്ന സങ്കല്പം. രാംലല്ലയാണ് അയോധ്യയിലെ ശ്രീരാമക്ഷേത്ര വിഗ്രഹ സങ്കല്പമായി എത്തുന്നത്. രാംലല്ല എന്നാൽ എന്താണ് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. രാംലല്ല എന്നാൽ രാമന്റെ ബാല്യകാലം എന്നുള്ളതാണ്. ഈ ക്ഷേത്രത്തിൽ, അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ ഉണ്ടാകുക 5 വയസ്സുള്ള ബാലകനായ രാമന്റെ രൂപമാണ്. എന്തുകൊണ്ടാണ് ഈ ബാലകനായിട്ടുള്ള രൂപം രാംലല്ല എന്ന നിലയിൽ അയോധ്യയിലെ ഈ ക്ഷേത്രത്തിലേക്ക് വന്നു എന്നതാണ് ഏറ്റവും കൗതുകമായിട്ടുള്ള കാര്യം. കാരണം ഈ അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടും ഭൂമിയുമായി ബന്ധപ്പെട്ടും ഒക്കെ വലിയ തർക്കങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, വലിയ സംഘർഷങ്ങൾ നടന്നിട്ടുണ്ട്. രാജ്യത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ പുതിയ അധ്യായങ്ങൾക്ക് കാരണമായ, പുതിയ കൂട്ടുകെട്ടുകൾക്കും പുതിയ ഭിന്നതകൾക്കും ഒക്കെ കാരണമാകുന്ന വിധത്തിലേക്കൊക്കെ എത്തിച്ച ഒരു സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം ഒക്കെ ഉണ്ടായതാണ് ഈ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട്. ആ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്ന് ഈ രാംലല്ല എന്ന പ്രയോഗമാണ്. രാംലല്ലയ്ക്കാണ് ഈ ഭൂമി അനുവദിച്ചു കിട്ടിയിരിക്കുന്നത്. രാംലല്ലയുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ് ഈ ഭൂമി ആവശ്യപ്പെടുകയും അതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങൾ നടക്കുകയും ചെയ്തത്. വ്യവഹാരത്തിൽ രാംലല്ല എന്ന പ്രയോഗം വന്നതുകൊണ്ട് തന്നെ ഈ ഭൂമി അനുവദിച്ചിരിക്കുന്നത്, അഥവാ ക്ഷേത്രം നിർമ്മിക്കാനായി ഈ ഭൂമി ലഭിച്ചിരിക്കുന്നത് രാംലല്ലയ്ക്കാണ്. അതുകൊണ്ട് രാംലല്ലയാണ് ഇവിടുത്തെ വിഗ്രഹമായി മാറുന്ന ഒരു സാഹചര്യം വന്നത്. ശ്രീരാമന്റെ ബാലക രൂപം, 5 വയസ്സുള്ള ശ്രീരാമൻ എന്നതാണ് ഇവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇതിന്റെ ചടങ്ങുകളൊക്കെ അറിയാവുന്ന ആളുകൾ പറയുന്നത്. ഈ 5 വയസ്സുള്ള രാമന് ഒപ്പം തന്നെ ദേവീദേവന്മാരുടെ, ഏതാണ്ട് എല്ലാ ദേവീദേവന്മാരുടെ ക്ഷേത്രങ്ങളും ഇതിനുള്ളിൽ തന്നെ ഉണ്ടാകും, അനുബന്ധമായി തന്നെ ഉണ്ടാകും. നാഗർ ശൈലി, പുരാതനമായിട്ടുള്ള നാഗർ ശൈലിയിലാണ് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണ രീതികളെങ്കിലും ദക്ഷിണേന്ത്യൻ രീതിയിലെ ചില അവലംബങ്ങളും ഇതിന്റെ ചടങ്ങുകളുടെ ഭാഗമായിട്ട് ഉണ്ടാകും. ചടങ്ങുകൾ പൂർത്തിയായി കഴിഞ്ഞാൽ, പ്രാണപ്രതിഷ്ഠ പൂർത്തിയായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഈ മണ്ഡലകാലം അടക്കമുള്ളവ അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒന്നാകും. ഈ 22-ാം തീയതിയാണ് ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നത്. അതിനുവേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ അയോധ്യയിൽ പുരോഗമിക്കുന്നത്. ക്യാമറമാൻ ജോഗേഷ് സിംഗിനൊപ്പം നിർദ്ദിഷ്ട രാമക്ഷേത്രത്തിൽ നിന്നും ആർ രാധാകൃഷ്ണൻ, 24.